ആദാ ബച്ചോ. ഇന്നത്തെ വീഡിയോയിൽ ബാസാർ ചലേം എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നോക്കേണ്ടത്. താലീമി സർഗർമിയ, പഠന പ്രവർത്തനങ്ങൾ. ആദ്യത്തേത് ബച്ചോ ഗുഫ്തഗു ആവോ ബാസാർ ചലേം കോ റോൾ പ്ലേ കീജിയെ. എന്താ പറഞ്ഞത്? കുട്ടികളെ ഗുഫ്തഗു അല്ലേ, ആവോ ബാസാർ ചലേം എന്ന് പറഞ്ഞ സംഭാഷണം എന്ത് ചെയ്യുക? റോൾ പ്ലേ ആക്കാം. റോൾ പ്ലേ ആക്കി നമുക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ റോൾ പ്ലേ ആയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അടുത്ത എന്താ? നീച്ചെ ചന്ദ് ചീസേ ഹേ ഉൻകോ മുനാസിബ് ദുക്കാൻ മേ ചുൻകർ രഖിയെ. താഴെ നീച്ചെ കുറച്ച് വസ്തുക്കളുണ്ട്, സാധനങ്ങളുണ്ട്. അവയെ അനുയോജ്യമായ കടകളിലേക്ക് തിരഞ്ഞെടുത്ത് വെക്കാനാണ് പറയുന്നത്. ഇതവിടെ ഏതൊക്കെ കടകളാണ് കൊടുത്തിരിക്കണേ നോക്കാം. തർക്കാരി കി ദുക്കാൻ, ഫൽ കി ദുക്കാൻ, പൻസാരി കി ദുക്കാൻ. എന്ന് വെച്ചാൽ തർക്കാരി കി ദുക്കാൻ എന്ന് പറഞ്ഞാൽ പച്ചക്കറിക്കട, ഫൽ കി ദുക്കാൻ എന്ന് പറഞ്ഞാൽ പഴക്കട, പൻസാരി കി ദുക്കാൻ എന്ന് പറഞ്ഞാൽ പലചരക്ക് കട. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ഇത്രയുമാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? തരം തിരിച്ച് എഴുതണം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അനാർ എന്താണ്? അനാർ ഒരു പൽ ആണ് അല്ലേ, ഒരു പഴമാണ്. അപ്പോൾ ഇത് പൽക്കി ദുക്കാനിലാണ് വരിക. അതുപോലെ തന്നെ അനന്നാസും എവിടെയാണ് വരിക? പല്ലാണ് അല്ലേ. അതുപോലെ തന്നെ പിന്നെ ഏതൊക്കെയാണ്? സന്തര. സന്തര എന്ന് പറഞ്ഞാൽ പഴമാണ്, ഓറഞ്ചാണ്. അതും ഒരു പഴമാണ് അല്ലേ. ഇനി അടുത്തത് എന്താ? ഇതിലേതാ വരുന്നത്? ഇവിടെ നോക്കാം. കേല. കേലയും പൽക്കി ദുക്കാനിലാണ് വരിക. ഇനി അടുത്തത് തർബൂസ്. തർബൂസ് എന്ന് പറഞ്ഞാൽ എന്താ? തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ വരുന്നതും എവിടേക്കാണ്? പൽക്കി ദുക്കാനിലാണ്. ഇനി അടുത്തത് പറഞ്ഞത് തർക്കാരി കി ദുക്കാൻ. തർക്കാരി കി ദുക്കാനിൽ ഏതൊക്കെയാണ് വരിക? ഇവിടുത്തെ ആലു, ഉരുളക്കിഴങ്ങ്, പ്യാസ് ഉള്ളി അല്ലേ, വലിയ ഉള്ളി, മിർച്ച് മുളക്, അതുപോലെ തന്നെ കദ്ദു മത്തങ്ങ. പിന്നെ ആരാണ് വരുന്നത്? ഇവിടെയുണ്ട് ടമാറ്റർ, തക്കാളി. ഇതെല്ലാം വരുന്നത് തർക്കാരി കി ദുക്കാനിലാണ്. ഇനി അടുത്തത് ആരാണ്? പൻസാരി. പൻസാരി കി ദുക്കാനിൽ എന്താ വരിക? പലചരക്ക് കടയിൽ ഇവിടെ ഉണ്ട് പഞ്ചസാര, ശർക്കർ, നമക്ക്, ദാള്. ദാൾ ചിത്രം കാണുന്നുണ്ടല്ലോ, നമക്ക് ഉപ്പാണ് അല്ലേ, ദാള് പരിപ്പാണ്. ഇനി അടുത്തത് ഇവിടെ എന്താ? ഇവിടെ ഉണ്ട് ചാവൽ. ചാവൽ അരി. അതുപോലെ തന്നെ ഗേഹു ഗോതമ്പ്. അപ്പോൾ ഞാനിവിടെ വരച്ചു കൂട്ടിയിട്ടുണ്ട്, പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അനുയോജ്യമായ കോളങ്ങളിലേക്ക് എടുത്തെഴുതുക. ഈ അടുത്ത പ്രവർത്തനം ഇതാണ്. നോക്കൂ, ഇവിടെ ഒരു കിലോനി കി ദുക്കാനാണ് കൊടുത്തിട്ടുള്ളത്, അഥവാ കളിപ്പാട്ട കട, ടോയ്സിൻ്റെ കട അല്ലേ. ഇവിടെ കുറേ ടോയ്സുകൾ, അതുപോലെ തന്നെ ഇവിടെ ഈ ടോയ്സ് കടയുടെ ഉടമ അല്ലെങ്കിൽ കടക്കാരൻ ഇവിടെ നിൽപ്പുണ്ട്. ഈ ഇവിടെ നിരത്തി വെച്ച ടോയ്സിൻ്റെയൊക്കെ താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്? അതിൻ്റെയൊക്കെ വിലയും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണത്? ഇത് ടോപ്പിയാണ്. ടോപ്പിക്ക് 10 രൂപയാണ്. ഗുഡിയയ്ക്ക് 20 രൂപ, ഗേന്ദിന് 15 രൂപ. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ചെറിയ ബോളുണ്ട്, അതിന് 5 രൂപ. പിന്നെ ഇവിടെയോ കാറുണ്ട്, കാറിന് 30 രൂപ. ഇവിടെ ബാറ്റ് ഉണ്ട്, ബാറ്റിന് 25 റുപ്പയെ അല്ലേ. ഇത്രയുമാണ് കൊടുത്തിട്ടുള്ളത്, 25 റുപ്പയെ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് ആരാണ് പോയത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് താഴേക്ക് നോക്കാം. നോക്കൂ, ഫർഹാൻ ഓർ അബ്ബു കിലോനെ കി ദുക്കാൻ പഹുഞ്ചെ. ഫർഹാനും അച്ഛനും കൂടെ എവിടേക്ക് പോയി? കിലോനെ കി ദുക്കാൻ, കളിപ്പാട്ട കടയിൽ എത്തി. ഫർഹാൻ കോ ദേഖ് കർ ദുക്കാൻദാർ പൂച്ച്നെ ലഗ. എന്തായാലും കളിപ്പാട്ടം വാങ്ങാൻ അച്ഛനായിരിക്കില്ല അല്ലേ മുൻകൈ എടുക്കുക. ആർക്കായിരിക്കും ഈ കളിപ്പാട്ടമൊക്കെ? അതെ, കുട്ടികൾക്കാണ് അല്ലേ. കുട്ടികളാണ് കളിപ്പാട്ടം വാങ്ങുക. അപ്പോൾ നമ്മുടെ കടക്കാരൻ ഫർഹാനെ കണ്ടതും ചോദിക്കുകയാണ്, ക്യാ ചാഹിയേ ബേട്ടാ, എന്താ വേണ്ട മോനെ അല്ലേ, എന്താ വേണ്ടത് മോനെ? അപ്പോൾ ഫർഹാൻ പറയാണ്, ഗുഡിയ കാ ക്യാ ദാം ഹേ. എന്താ ചോദിച്ചത്? ആദ്യം അവൻ പറഞ്ഞത് അവൻ്റെ നാദിറയ്ക്കുള്ളതാണ് അല്ലേ. നാദിറ ചിലപ്പോൾ അവൻ്റെ അനിയത്തിയായിരിക്കാം അല്ലെങ്കിൽ ചേച്ചിയായിരിക്കാം അല്ലേ. ഗുഡിയ കാ ക്യാ ദാം ഹേ. ഗുഡിയയ്ക്ക് എന്താണ് വില? ഗുഡിയയ്ക്ക് എന്താണ് വില? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗുഡിയയ്ക്ക് എത്ര വിലയുണ്ട്? 20 രൂപയുണ്ട് അല്ലേ. ഗുഡിയയ്ക്ക് എന്താണ് വില? 20 രൂപ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഗുഡിയ കാ ക്യാ ദാം ഹേ. അപ്പോൾ ദുക്കാൻദാർ എന്തായിരിക്കും പറയുക? ഗുഡിയ കോ 20 റുപ്പയേ ഹേ. എത്ര രൂപയാണ്? 20 രൂപയാണ്. ഇനി അടുത്ത എന്താ ചോദിക്കുന്നത്? ടോപ്പിക്ക എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോപ്പിക്ക
വില, തൊപ്പിയുടെ, ഇവിടെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് തന്നെയായിരിക്കും, ടോപ്പിക്ക ക്യാ ദാം ഹെ അല്ലേ, ടോപ്പിക്ക് എന്താണ് വില. അപ്പോൾ ദുക്കാൻദാർ എന്താ പറയുക, അത് അവിടെ ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട് 10 രൂപ. 10 റുപ്പയേ, 10 റുപ്പയേ ഹേ ബേട്ട എന്നൊക്കെ പറയാം അല്ലേ. 10 രൂപയാണ് മോനെ, 10 റുപ്പയേ ഹേ ബേട്ട അല്ലേ, 10 റുപ്പയേ ഹേ ബേട്ട. ഫർഹാൻ, കുൽ കിത്തനെ ഹുയേ, ആകെ, കുൽ കിത്തനെ എന്ന് പറഞ്ഞാൽ എത്ര ആയി, ആകെ എത്രയായി, 20 10 കൂടെ 30 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയാം, 30 റുപ്പേ, 30 റുപ്പേ അല്ലേ, 30 രൂപ. അപ്പോൾ ഇതാണ് സംഭാഷണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതുക. നിങ്ങൾ ഇത് മാത്രമല്ല കേട്ടോ, വേറെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന രീതിക്കുള്ള സംഭാഷണങ്ങളൊക്കെ എഴുതി ഈ വാക്കുകളൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം, नीचे दिए गए जुमले पढ़िए और गाड़ियों के नाम മുനാസിബ് ജഗ പർ ലിഖിയെ. താഴെ തന്നിരിക്കുന്ന ജുംല വായിക്കുക, എന്നിട്ട് വാഹനങ്ങളുടെ പേര് അനുയോജ്യമായ സ്ഥലത്ത് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഏതൊക്കെ ഗാഡികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഇവിടെ നമ്മുടെ KSRTC ബസ് ഉണ്ട് അല്ലേ. ബസ്, ഹവായി ജഹാസ്, ജഹാസ്, റെയിൽ ഗാഡി. ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊക്കെ എന്താണെന്നുള്ളത്. ഇനി അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. നോക്കൂ, 4 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. പടരി പർ മേ ചൽത്തി ഹോ, ഹർ സ്റ്റേഷൻ പർ രുക്തി ഹും. പടരി, പടരി എന്ന് പറഞ്ഞാൽ എന്താ, പടരി എന്ന് പറഞ്ഞാൽ മറ്റേ ഇതില്ലേ, പാളം, പാളത്തിലൂടെയാണ് ഞാൻ പോകുന്നത്, പാളത്തിലൂടെ ഞാൻ ഓടുന്നു അല്ലെങ്കിൽ പോകുന്നു. ഹർ സ്റ്റേഷൻ പർ രുക്തി ഹും, എല്ലാ സ്റ്റേഷനിലും ഞാൻ നിൽക്കുന്നു. പാളത്തിലൂടെ പോകുന്നു, എല്ലാ സ്റ്റേഷനിലും നിൽക്കുന്നു. അതാരാണ്, നമുക്കറിയാം റെയിൽ ഗാഡിയാണ്. റെയിൽ ഗാഡിയാണ് എവിടെ കൂടെ പോവുക, പാളത്തിലൂടെ പോവുക. അടുത്തത്, സടക്ക് പർ മേ ചൽത്തി ഹും, ബസ് ഉട്ടേ പർ രുക്തി ഹും. റോഡിലൂടെ ഞാൻ പോകുന്നു, ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു. ബസ്സിൻ്റെ സ്റ്റാൻഡ്, ബസ് ഉട്ടേ എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു. ആരാണ്, ബസ്. അടുത്തത്, മേ ഹവാ മേ ഉടുത്തി ഹും, ഹവായി ഉട്ടേ പർ രുക്തി ഹും. ഞാൻ ഹവാ, വായുവിൽ പറക്കുന്നു, വായുവിൽ ഞാൻ പറക്കുന്നു. ഹവായി ഉട്ടേ, എയർപോർട്ടിൽ ഞാൻ നിൽക്കുന്നു. ഹവായി ഉട്ടേ എന്ന് പറഞ്ഞാൽ എയർപോർട്ടാണ്. ആരാണത്, യെസ്, ഹവായി ജഹാസ് അല്ലേ, ഹവായി ജഹാസാണ്, എയ്റോപ്ലെയിൻ. മേ പാനി മേ ബഹത്തി ഹും, ഞാൻ വെള്ളത്തിലൂടെ ഒഴുകുന്നു അല്ലെങ്കിൽ ഒഴുകുക. ബഹത്തി എന്ന് പറഞ്ഞാൽ ഒഴുകുന്നു. ബന്ദർഗാഹ് മേ രുക്തി ഹും, ബന്ദർഗാഹ് എന്ന് പറഞ്ഞാൽ തുറമുഖം, തുറമുഖത്ത് ഞാൻ നിൽക്കുന്നു. അതാരാണ്, ജഹാസ് ആണ് അല്ലേ. ആരാണ്, ജഹാസ്. ജഹാസ് എന്ന് പറഞ്ഞാൽ കപ്പൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഈ ചൽത്തീഹും രുക്തീഹും എന്നുള്ള വാക്ക്, അതുപോലെ തന്നെ പടരി, അതുപോലെ സ്റ്റേഷൻ, സടക്ക്, ബസ് ഉട്ടേ, ഹവ, ഹവായി ഉട്ടേ, പാനി, ബന്ദർഗാഹ്, അതുപോലെ തന്നെ ഇതിൽ ബഹത്തി, ഇതിൽ ഉടുത്തി, കണ്ടോ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മൾ വിവിധ മാധ്യമങ്ങളിലൂടെ പോകുന്ന വാഹനങ്ങളാണ് പഠിച്ചത്. എല്ലാവരും ഒന്നിലല്ലല്ലോ പോകുന്നത്. ചിലത് വെള്ളത്തിലൂടെയാണ്, ചിലത് വായുവിലൂടെയാണ്, ചിലത് കരയിലൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ആ ഒരു സംഭവം കൂടി നമ്മൾ ഇതിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുക. നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം, തസ്വീർ ഔർ സേ ദേഖിയേ, ഇസ്മേ ആപ് ക്യാ ക്യാ ദേഖ്തേ ഹേ ലിഖിയേ. ചിത്രം ശ്രദ്ധിച്ചു നോക്കൂ, ഇതിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്? നമ്മളൊരു ഷഹർ അല്ലെങ്കിൽ ഒരു ബാസാറാണ് കാണുന്നത് അല്ലേ. ഷഹർ പറഞ്ഞാലും പട്ടണം, ഒരു ബാസാർ അഥവാ ഒരു അങ്ങാടിയാണ് കാണുന്നത്. നമ്മളിപ്പോൾ പഠിച്ച അങ്ങാടിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാണുന്നുണ്ട്? വാഹനങ്ങളുണ്ട്, ആളുകളുണ്ട്, അതുപോലെ തന്നെ റോഡ് കാണുന്നുണ്ട്, വലിയ വലിയ കെട്ടിടങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ കിലോനേക്ക് ദുഃഖാൻ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ബസ്സില്ല അല്ലേ, കാറ്, ജീപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സ്ഥലങ്ങളിൽ നമുക്ക് ആ വാക്കുകളൊക്കെ ഒന്ന് എഴുതാം. എന്തൊക്കെ എഴുതാം? ഗാഡിയ, വാഹനങ്ങൾ, പൊതുവായിട്ട് വാഹനങ്ങൾ എന്നെഴുതാം. ലോഗ് എന്നെഴുതാം, ആളുകൾ എന്നെഴുതാം.
പിന്നെയോ ഇമാറത്ത് കെട്ടിടങ്ങൾ അല്ലേ, ഇമാറത്ത് കെട്ടിടങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ സടക്ക് എഴുതാം. ഓക്കെ, സടക്ക് എഴുതാം. ഇനി എന്ത് ചെയ്യണം? തസ്വീർ की मदद से बाज़ार के बारे में एक बयानिया तैयार कीजिए. ബാസാറിനെ കുറിച്ച് ഒരു ബയാനിയ, ഒരു വിവരണമാണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത്. ഈ ചിത്രങ്ങളിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമ്മൾ എഴുതിയില്ലേ, ഇനി ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വിവരണം തയ്യാറാക്കണം. ആദ്യത്തേത് ഇതാണ്, ഈ ബാസാർ ഹേ, ഇത് ബാസാറാണ്. ഇനി അടുത്തത് ഇതാ കൊടുത്തിരിക്കുന്നു, ബാസാർ മേ, ബാസാറിൽ, ബാസാറിൽ എന്ന് വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ബാസാർ മേ എന്തെഴുതാം? ബാസാർ മേ ദുക്കാൻ ഹേ, ബാസാർ മേ ദുക്കാൻ ഹേ ഇല്ലേ, അങ്ങാടിയിൽ കടകളുണ്ട്. ഇനി അടുത്ത വരി നോക്കാം. അടുത്ത വരി എന്താ? ഇതാ ഇവിടെ എഴുതാം, ബാസാർ മേ ദുക്കാൻ ഹേ അല്ലേ, അല്ലെങ്കിൽ ബാസാർ മേ ബഡി ബഡി ഇമാരത്തേ ഹേ. ബഡി ബഡി എന്ന് പറഞ്ഞാൽ വലിയ വലിയ, നല്ല വലിയ വലിയ കെട്ടിടങ്ങളില്ലേ, ഇമാരത്തേ ഹേ. പിന്നെന്താ? ബാസാർ മേ ഗാഡിയാ ഹേ, വാഹനങ്ങളുണ്ട്. ലോഗ് ആത്തേ ജാത്തേ ഹേ, ആളുകൾ വന്നു പോവുകയൊക്കെ ചെയ്യുന്നു അല്ലേ, ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നു. ബാസാറിൽ ഒരുപാട് തിരക്കുണ്ട് എന്ന് വേണമെങ്കിൽ എഴുതാം. ബാസാർ മേ ബഹുത്ത് ബീഡ് ഹേ അല്ലേ, ബാസാർ മേ ബഹുത്ത് ബീഡ് ഹേ. നമ്മൾ അപ്പോഴേനെ ബീഡ് എന്നുള്ള വാക്ക് എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. ബാസാർ മേ ബഹുത്ത് ബീഡ് ഹേ, ബീഡ്. അപ്പോൾ ഇത്രയാണ് ബാസാറിനെ കുറിച്ചിട്ടുള്ള ബയാനിയായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ രീതിയിൽ എഴുതാം കേട്ടോ. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ബാസാർ മേ ബഡി ബഡി ഇമാരത്തേ ഹേ, പിന്നെയോ തരാ തരാ കി ദുക്കാൻ ഹേ, അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതാം, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. ബാസാർ മേ ബഡി ബഡി ഇമാരത്തേ ഹേ, അല്ലെങ്കിൽ ബാസാർ മേ ബഡി ബഡി ദുക്കാൻ ഹേ, അങ്ങനെ എഴുതാം. ലോഗ് ദുക്കാൻ ആത്തേ ജാത്തേ ഹേ, ബാസാർ കെ സടക്ക് പർ ബഹുത്ത് ഭീഡ് ഹേ അല്ലേ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഈ രീതിയിൽ തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഈ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത പാഠഭാഗവുമായിട്ട് വരാം. ഹുദാ ഹാഫിസ്.